ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ സ്കന്ധം 1 അധ്യായം 10 ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 10ാമത്തെ അധ്യായം ആരംഭിച്ചു. ഈ ഒരു അധ്യായം ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു രംഗം പറയുന്ന ഒരു അധ്യായമാണ്. ആദ്യത്തെ 6 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചിരുന്നു. യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജ്യം എങ്ങനെയാണ് എന്നുള്ളത്. അതായത് അദ്ദേഹം രാജഋഷിയാണ്, പരിശുദ്ധ ഭക്തനാണ്. അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് അവിടെ രാജ്യത്ത് എല്ലാം ആവശ്യത്തിനേക്കാൾ കൂടുതൽ സുലഭമായിരുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും എല്ലാ ആളുകളും, അതായത് പ്രജകളെല്ലാവരും, മനുഷ്യരും മൃഗങ്ങളും മരങ്ങളും ചെടികളും ഭൂമിയും എല്ലാവരും ഒരുപാട് സന്തോഷം ഉള്ള സമയമാണ് അവർക്ക്. കാര്യം ആവശ്യത്തിനേക്കാൾ കൂടുതൽ എല്ലാം അവിടെ സുലഭമായിട്ട് കിട്ടുന്നു. അതാണ് നമ്മൾ അവസാനം പറഞ്ഞത്. അവിടെയുള്ള പ്രജകളെല്ലാം ഒരുപാട് സന്തോഷം ഉണ്ട്. അവർക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു തരത്തിലുള്ള ഒരു ആദിയും വ്യാധിയും അതേപോലെ തന്നെ ക്ലേശങ്ങളും അവർ അനുഭവിക്കുന്നില്ല. ആദിദൈവിക ക്ലേശം, ആദിഭൗതിക ക്ലേശം, ആധ്യാത്മിക ക്ലേശം ഇതൊന്നും അനുഭവിക്കുന്നില്ല. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇനി 7ാമത്തെ ശ്ലോകം മുതൽ എന്താണെന്ന് നമുക്ക് നോക്കാം. 7ാമത്തെ ശ്ലോകം. ഉഷിത്വാ ഹസ്തിനാപുരേ മാസാൻ കതിപയാൻ ഹരിഹി സുഹൃദം ച വിശോകായ സ്വസുശ്ച പ്രിയ കാമ്യയ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉഷിത്വാ-ഹസ്തിനാപുരേ മാസാൻ കതിപയാൻ ഹരിഃ സുഹൃതാം ച വിശോകായ സ്വശുഷ പ്രിയകാമ്യയാം. വിവർത്തനം. ശ്രീഹരി ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ സാന്ത്വനിപ്പിക്കാനും സ്വസഹോദരിയായ സുഭദ്രയെ സന്തോഷിപ്പിക്കുവാനായി മാസങ്ങൾ കൂടി ഹസ്തിനപുരിയിൽ താമസിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീഹരി ഭഗവാൻ കൃഷ്ണൻ ഹസ്തിനാപുരത്തിൽ കുറച്ചു മാസം കൂടെ താമസിക്കുന്നു. അവിടെയുള്ള ബന്ധുജനങ്ങളെല്ലാം സമാധാനിപ്പിക്കാനും അവരുടെ സന്തോഷത്തിനു വേണ്ടി ഭഗവാൻ ഇതേപോലെ ദ്വാരകയിലേക്ക് മടങ്ങാൻ വേണ്ടി കുറേയായി ശ്രമിക്കുന്നു. പലതവണയായിട്ട് ശ്രമിക്കുന്നതാണ്. എന്നാൽ എല്ലാ സമയവും ഭക്തർ വന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്ലാൻ മാറ്റുന്നു. എന്നാൽ ഇപ്പോഴും കാണാം നമുക്ക്, ഭീഷ്മ പിതാമഹന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹം കുറച്ചു മാസങ്ങൾ കൂടെ താമസിക്കുന്നു. സുഭദ്രാദേവിയെയും മറ്റുള്ള ബന്ധുജനങ്ങളെയും ഒക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നു. ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ മനോഹരമായി പറയുന്നു, ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ പരിശുദ്ധ അദ്ദേഹത്തിന്റെ ഭക്തരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഭക്തർ ആഗ്രഹിക്കുന്നത് ഭഗവാനെ സന്തോഷിപ്പിക്കുക. സംസിദ്ധിർ ഹരിതോഷണം, അതാണ് ഭക്തരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അതായിരിക്കണം ലക്ഷ്യം, ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത്. എന്നാൽ ഭഗവാനാണെങ്കിൽ നേരെ തിരിച്ചാണ്, കോമ്പറ്റീഷനാണ് ഭഗവാനും ഭക്തരും തമ്മിൽ. ഭക്തർ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നു, ഭഗവാനാണെങ്കിൽ ഭക്തരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നു. അതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണും സുഭദ്രാദേവിയും മറ്റുള്ള വേറെ ഹസ്തിനാപുരത്തിലെ വാസികൾ അവരെല്ലാവരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി. കാര്യം സുഭദ്രാദേവിക്ക് മകൻ നഷ്ടപ്പെട്ടു, അഭിമന്യു നഷ്ടപ്പെട്ടു. അതേപോലെ ഉത്തര ദേവിയുടെ ഭർത്താവാണ് അഭിമന്യു. ഉത്തരയും വിഷമത്തിലാണ്, സുഭദ്ര ദേവിയും വിഷമത്തിലാണ്. എല്ലാവരെയും സമാധാനിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും കുറച്ച് മാസങ്ങൾ കൂടെ അദ്ദേഹം അവിടെ നിൽക്കുന്നു. ഭഗവാന്റെ ഒരു സ്നേഹം നമ്മൾ കാണണം, എപ്പോഴും കാണാം. എല്ലായിടത്തും നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭക്തർക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറാണ്. പിന്നീട് പറയുന്നു പ്രഭുപാദ് ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നു, അദ്ദേഹത്തിന്റെ ഭക്തർക്ക് മാത്രമേ ലീലയിൽ ഭഗവാന്റെ ബന്ധുവായിട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആർക്കെങ്കിലും ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാനൊന്നും സാധിക്കില്ല. നമ്മൾ ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സംഭവിക്കുകയില്ല. എല്ലാം വളരെ പ്ലാൻഡ് ആണ്, അപ്രതീക്ഷിതമായിട്ടൊന്നും നടക്കുന്നില്ല. എല്ലാം അതിനുള്ള ക്വാളിഫിക്കേഷൻ, അതിനുള്ള യോഗ്യത ഉള്ളവർക്ക് മാത്രമാണ് ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്.
പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങളായി, അദ്ദേഹത്തിന്റെ സ്വന്തം ആളുകളായി നമ്മൾ കാണുന്നവരെല്ലാവരും തന്നെ, പാണ്ഡവരാവട്ടെ, യാദവരാവട്ടെ, എല്ലാവരും തന്നെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടുന്നത്. ചില ഭക്തരൊക്കെ ഒരുപാട് തപസ്യകൾ ജന്മജന്മാന്തരങ്ങൾ ചെയ്തിട്ട് കിട്ടുന്ന ഒരു ചാൻസ് ആണ് അവർക്ക്. ഇനി ചില സമയങ്ങളിൽ ദേവതമാര് സ്വർഗലോകങ്ങളിൽ നിന്ന് ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നു. ഭഗവാന്റെ ആഗ്രഹപ്രകാരം ഭഗവാൻ പറയുന്നതനുസരിച്ച് അവർ ചെയ്യുന്നു. കുറച്ചുപേര് നിത്യസിദ്ധരായിട്ടുള്ളവർ ഭഗവാന്റെ അടുത്ത് നിന്ന്, ഭഗവാന്റെ കൂടെ തന്നെ ആത്മീയ ലോകത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ പല ആളുകളും ഉണ്ടാവും. അതായത് സാധന സിദ്ധരുണ്ടാവും, നിത്യസിദ്ധരുണ്ടാവും, അതേപോലെ ദേവതമാരും ഉണ്ടാവും. ഭഗവാന്റെ വളരെ ക്ലോസ് ഗ്രൂപ്പിൽ ഇവരൊക്കെ ഉണ്ടാവും. എന്നാൽ അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് സർക്കിളിൽ വരണമെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടാവണം. അതാണ് പറയുന്നത്. പ്രഭുപാദ ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നു. ഭക്തർക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ട്, ലീലയിൽ ബന്ധുവായിട്ട് ഒരു റോള് കിട്ടുന്നത് എന്നുള്ളത്. ശ്ലോകം 8. ആമന്ത്ര്യാചാഭ്യയാനുജ്ഞാത പരിഷ്വജ്യാഭിവാദ്യം തം ആരുരോഹാരതം കൈശ്ചിത് പരിക്ഷ്വതോ വിവാദിതഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആമന്ത്ര്യാച്ഛാഭ്യനുജ്ഞാത പരിഷജ്യാഭിവാദ്യതം ആരിരോഹാരഥം കൈചിത് പരിഷക്തോഭിവാദിത. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. അനന്തരം ഭഗവാൻ മഹാരാജാവ് യുധിഷ്ഠിരനോട് പ്രയാണം ആരംഭിക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ടപ്പോൾ രാജാവ് അനുമതി നൽകുകയും ഭഗവാൻ യുധിഷ്ഠിരന്റെ പാദം തൊട്ടു വണങ്ങി ആദരവ് പ്രകടിപ്പിക്കുകയും രാജാവ് അവിടുത്തെ ആശ്ലേഷിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഭഗവാൻ മറ്റുള്ളവരാൽ ആലിംഗനം ചെയ്യപ്പെട്ട് അവരുടെ പ്രണാമങ്ങൾ സ്വീകരിച്ചതിന് ശേഷം രഥത്തിൽ കയറി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാൻ കുറച്ച് താമസിച്ചു എന്നുള്ളത്. അപ്പോൾ ആ മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഭഗവാൻ ശരിക്കും വന്നു. ആ ഒരു സീനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അങ്ങനെ ഭഗവാൻ തീരുമാനമെടുക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവിനോട് ആദ്യം യുധിഷ്ഠിര മഹാരാജാവിന് മുമ്പിൽ അദ്ദേഹം കുമ്പിടുന്നു, അദ്ദേഹം നമസ്കരിക്കുന്നു. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് അപ്പോൾ കൃഷ്ണനെ ആലിംഗനം ചെയ്യുന്നു. ഒന്ന് നോക്കൂ, യുധിഷ്ഠിര മഹാരാജാവിന്റെ മുമ്പിൽ ഭഗവാൻ ആ വിനയം, ആ ബഹുമാനം കാണിക്കുന്നത്. അദ്ദേഹം ഒരു പ്രായം കൊണ്ട് മുതിർന്നതാണ്. ആ ഒരു ബഹുമാനം ഭഗവാൻ എപ്പോഴും കൊടുക്കുന്നുണ്ട്. ജ്യേഷ്ഠനെ പോലെയാണ് യുധിഷ്ഠിര മഹാരാജാവ്. അതേപോലെ അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവാണെങ്കിൽ കൃഷ്ണനെ കാണുന്നത് അർജുനനെ പോലെ, സ്വന്തം അനുജനെ പോലെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് മുമ്പിൽ നമസ്കരിക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവ് തിരിച്ച് ആലിംഗനം ചെയ്യുന്നു. അതാണ് അതിന്റെ ഒരു രീതി. പ്രായം അനുസരിച്ച് നമ്മൾ ബഹുമാനം കൊടുക്കുന്ന, അല്ലെങ്കിൽ ബഹുമാനം നമ്മൾ എക്സ്റ്റേണലി കാണിക്കുന്നതിന്റെ രീതികൾ വ്യത്യാസമുണ്ട്. മനസ്സിൽ എപ്പോഴും എല്ലാവരോടും ബഹുമാനം വേണം, എന്നാൽ അത് പ്രകടിപ്പിക്കുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട്. മുതിർന്നവരുടെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കുന്നു, സമപ്രായക്കാരുടെ അല്ലെങ്കിൽ കൂട്ടുകാരെ പോലുള്ളവരുമായിട്ട് ആലിംഗനം ചെയ്യുന്നു, താഴെയുള്ളവരെ അവരെ അനുഗ്രഹിക്കുക. അപ്പോൾ ഇതാണ് പറയുന്നത്. അങ്ങനെ താഴെ പ്രായം കുറവുള്ളവരെ നമുക്ക് അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നു. ഇതൊക്കെയാണ് രീതികൾ. ഇവിടെ കാണുന്നു, കൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനെ ബഹുമാനിക്കുന്നു, യുധിഷ്ഠിര മഹാരാജാവ് ആലിംഗനം ചെയ്യുന്നു. അതിനുശേഷം കൃഷ്ണൻ രഥത്തിലേക്ക് കയറുന്നു. ശ്രീല പ്രഭുപാദ് പ്രഭുപാദിനെ കുറിച്ച് പറയുന്നു. യുധിഷ്ഠിര മഹാരാജാവ് ആലിംഗനം ചെയ്യുന്നത് സ്വന്തം അനുജനെ പോലെ കൃഷ്ണനെ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. എന്നാലും യുധിഷ്ഠിര മഹാരാജന് അറിയാഞ്ഞിട്ടല്ല ഇത് പരമദൈവത്വം പുരുഷനാണ് എന്നുള്ളത്. എന്നിട്ടും അദ്ദേഹം അനുജനെ പോലെ കാണുന്നു. അതാണ് ഐശ്വര്യഭാവം. ഐശ്വര്യം അദ്ദേഹത്തിന് അറിയാം. അതായത് ഐശ്വര്യഭാവം ഉണ്ട്. അതായത് ഐശ്വര്യഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ പരമദൈവത്വം പുരുഷനാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അറിയാഞ്ഞിട്ടല്ല കൂട്ടത്തിൽ, എന്നാൽ വാത്സല്യഭാവം കൂടെ ഉണ്ട് കൂട്ടത്തിൽ.
അതാണ് കാര്യം. അനുജൻ എന്നുള്ളൊരു ഫീലിങ്സ്, ആ ഒരു ഫീലും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ ഒരു ഫീലാണ് ഇപ്പോൾ അദ്ദേഹം കാണിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഭാവം പുറത്തോട്ട് വരുവാണ് ചെയ്യുന്നത്. പ്രഭുപാദ് പറയുന്ന ഒരു കാര്യം കൂടെ, പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ഭക്തൻ, അതായത് ഭഗവാനെ ഭഗവാനായിട്ട് കാണാതെ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അനുജനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏത് ഭാവത്തിലാണെങ്കിലും, അതായത് വാത്സല്യ ഭാവമാവട്ടെ സഖ്യഭാവമാവട്ടെ, അങ്ങനെ കാണുമ്പോഴാണ് ഭഗവാൻ കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അതാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. കൂടുതൽ ഐശ്വര്യഭാവത്തോട്. ഇത് കൃഷ്ണന്റെ മൂടാണ് പറയുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ ഒരു ഭാവം അദ്ദേഹം ആഗ്രഹിക്കുന്നതാണ് പറയുന്നത്. കൃഷ്ണൻ വിഷ്ണുവിന്റെ മൂഡ് വ്യത്യാസമുണ്ട്, നമുക്കറിയാം. വൈകുണ്ഠ ലോകങ്ങളിൽ ഭക്തര് ഭഗവാൻ വിഷ്ണുവിനെ നാരായണനെ എങ്ങനെ സേവനം ചെയ്യുന്നു എന്നുള്ളത്, അതായത് അദ്ദേഹത്തെ വളരെ ഐശ്വര്യ ഭാവത്തോടു കൂടിയിട്ടാണ് എല്ലാവരും സേവിക്കുന്നത്. അവിടെ കൂടുതലും ദാസ്യഭാവമാണ് ഉള്ളത്. എന്നാൽ വാത്സല്യഭാവവും മാധുര്യഭാവവും സഖ്യഭാവവും അവിടെ കാണില്ല. സഖ്യഭാവം ഇവിടെയുള്ള വൃന്ദാവനത്തിലുള്ള അല്ലെങ്കിൽ കൃഷ്ണലീലയിലുള്ള കൃഷ്ണന്റെ ലോകത്തുള്ള പോലെ ഉള്ള ഒരു ഭാവങ്ങളെ അവിടെ കാണില്ല. നമ്മളിപ്പോൾ പറയുന്ന ഭഗവാൻ കൃഷ്ണൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളതാണ്. അദ്ദേഹത്തെ ഭഗവാനായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നത് വാത്സല്യഭാവത്തിൽ ആരെങ്കിലും എന്നെ മകനായി കാണുന്നുണ്ടോ, സന്തോഷമാണ്. സുഹൃത്തായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ, ഒരുപാട് സന്തോഷമാണ്. ഇനി ഗോപികമാരെ പോലെ മാധുര്യഭാവത്തിൽ കാണുന്നുണ്ടോ, സന്തോഷമാണ്. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ചൈതന്യ ചരിതാമൃതത്തിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഐശ്വര്യ ജാനേത്തെ സഭേ ജഗത് മിശ്രിത ഐശ്വര്യ ശീതീല പ്രേമി നാഹി മോര പ്രീത. ഐശ്വര്യ ജാനേത്തെ സഭ ജഗത് മിശ്രിത. അദ്ദേഹം പറയുന്നു, ലോകത്തെല്ലായിടത്തും, ലോകം മുഴുവനും അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം മുഴുവനും എല്ലാവരും എന്നെ ഐശ്വര്യഭാവത്തിലാണ് കാണുന്നത്. ഐശ്വര്യഭാവത്തിലാണ് കാണുന്നത്. എന്നാൽ ഐശ്വര്യ ശീതീല പ്രേമേ നാഹി മോര പ്രീത. എന്നാൽ ഈ ഒരു ഐശ്വര്യഭാവത്തിലുള്ള അവരുടെ ഡീലിങ്സ് അതെന്നെ കൂടുതൽ സംതൃപ്തിപ്പെടുത്തുന്നില്ല. അതെന്നെ ശീതീല പ്രേമി നാഹി മോര പ്രീത, അതെന്നെ പ്രീതിപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നത്. ഐശ്വര്യഭാവം കൃഷ്ണന്റെ ഒരു ഭാവമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുന്നു, പിന്നെ ചൈതന്യ ചരിതാമൃതത്തിൽ ശില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇതെല്ലാം പറയുന്നു. ഭഗവാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയുന്നതാണ്. ആക്ച്വലി ഭഗവാൻ ചിന്തിക്കുന്ന കാര്യം പറയുകയാണ്. ഐശ്വര്യ ജാനിത്തെ സഭേ ജഗത് മിശ്രിത ഐശ്വര്യ ശീതീല പ്രേമി നാഹി മോര പ്രീത ആമാരെ ഈശ്വര മാനെ ആപ്പാനാക്കെ ഹീൻ താരപ്രേമേ വശ അമി നാഹ ഐ അധീൻ. അദ്ദേഹം പറയുന്നു, ആമാരെ ഈശ്വരമാനെ ആപ്പാനാക്കെ ഹീൻ. ആരാണോ എന്നെ ഈശ്വരനായിട്ട് കാണുന്നത്, ചില ആളുകൾ ഭഗവാനായിട്ട് കാണുന്നു. ചില ആളുകൾ എന്നാൽ അദ്ദേഹത്തെ ഭഗവാനായിട്ട് കാണുന്നതിന് പകരം അദ്ദേഹത്തെക്കാൾ താഴെ, അതായത് നമ്മുടെ പൊസിഷനേക്കാൾ താഴെ കാണുന്നു. അതായത് അനിയനായിട്ടോ സഹോദരനായിട്ടോ സുഹൃത്തായിട്ടോ അങ്ങനെ സബോർഡിനേറ്റ് ആയിട്ട്. അദ്ദേഹത്തെക്കാൾ ഭഗവാനെ വലിയ ആളായിട്ടല്ല കാണുന്നത്, നമ്മളെക്കാൾ ചെറുതായിട്ട് കാണുന്നു. താരപ്രേമേ വശ അമി നാഹ ഐ അധീൻ. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ എന്നെ കാണുന്നവര് അവരുടെ അധീനതയിലായി പോവും ഞാൻ, അല്ലെങ്കിൽ അഹം ഭക്ത പരാധീനായി പോവും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ അർത്ഥം നമ്മൾ പ്രോപ്പർലി ഇത് ശരിയായിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം നമുക്ക് നാളെ മുതൽ എന്നാ ശരി, ഞാൻ ഭഗവാനെ സുഹൃത്തായിട്ട് കാണാം, അല്ലെങ്കിൽ എന്നേക്കാൾ താഴെയുള്ള, അങ്ങനെ നമ്മുടെ ലെവൽ അല്ല ഇത്. നമ്മളിത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. വൃന്ദാവനത്തിലെ ബ്രജവാസികളുടെ ഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഭഗവാൻ പറയുന്നു, ഈശ്വരനായിട്ട് എന്നെ കാണുന്നവര് ഭഗവാനായിട്ട് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, ചെറുതായിട്ട് കാണുന്നതാണ് ഇഷ്ടം. അവനേക്കാൾ ചെറുതായിട്ട് കാണുന്നു. കൃഷ്ണനും കൂട്ടുകാരും തമ്മിലുള്ള ഡീലിങ്സ് എങ്ങനെയാണ്? കൂട്ടുകാർ എപ്പോഴും പറയും, നീ ആരാണെന്ന് എന്റെ വിചാരം എന്നാ ചോദിക്കുക. നീ വിചാരിക്കുന്നത് നിന്റെ അച്ഛന് 9 ലക്ഷം പശുക്കളാണെങ്കിൽ ഞങ്ങൾക്ക് 10 ലക്ഷം പശുക്കളുണ്ട്. അവര് പറയും, എന്താണ് നിനക്ക് കൂടുതലുള്ള? ഒന്നുമില്ല. അങ്ങനെയാണ് അവര് പറയുന്നത്. അത് ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഭഗവാൻ പറയുന്നത്, അങ്ങനെയുള്ള പ്രേമം ആണ് എന്നെ വശീകരിക്കുന്നത്. ഭഗവാൻ അതിൽ വീണുപോകും. വാത്സല്യഭാവത്തിൽ യശോദറാണി കൃഷ്ണനെ സ്നേഹിക്കുന്നതിൽ
ഭഗവാൻ വീണു പോകുന്നു. അവിടെ ഒന്നുമില്ല. അവിടെ കൃഷ്ണന് ഒരു എന്താ പറയാ, അദ്ദേഹത്തിന് ഐശ്വര്യമോ പ്രൗഢിയോ ഒന്നുമില്ല. അദ്ദേഹം യശോദറാണി കയറ് കൊണ്ടുവരുമ്പോൾ കെട്ടുന്നു, കയറ് കൊണ്ട് കെട്ടുന്നു, കരയുന്നു, എന്തൊക്കെ ചെയ്യുന്നു. അതാണ് സ്നേഹം. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. മോരപുത്ര മോര സഖ മോര പ്രാണപതി ഏയ് ഭാവേ ഏയ് മോരെ കരേ ശുദ്ധ ഭക്തി അപ്പനാക്കെ ബട മൻ അമാർ സമഹീൻ സെയ് ഭാവേ ഹായ് അമി താഹരാധി. ചൈതന്യ ചരിതം ഇതെല്ലാം ഒരു സെക്ഷനിൽ വരുന്നതാണ്. 4-ാമത്തെ അധ്യായം ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നതാണ് ഇതെല്ലാം. മോരപുത്ര, ആരാണോ എന്നെ പുത്രനായി കാണുന്നത്. മോരസഖ, ആരാണോ എന്നെ സുഹൃത്തായി കാണുന്നത്. മോര പ്രാണപതി, ആരാണോ എന്നെ കാമുകനായിട്ട് പ്രാണനാഥനായിട്ട് കാണുന്നത്. ഈ ഭാവേ ഈ മോരെ കരേ ശുദ്ധ ഭക്തി, ഈ ഭാവത്തിൽ ആരാണോ ആ എന്നെ സ്നേഹിക്കുന്നത്. ആപ്പനാക്കെ ബാട മാനെ, എന്നേക്കാളും അവൻ, അതായത് നമ്മളെക്കാളും ചെറുതായിട്ട് കാണുന്നത്. അമാര സമാഹീൻ, നമ്മളെക്കാൾ വലിയ ആളായിട്ടല്ല ഭഗവാനെ കാണുന്നത്. അമാര സമാഹീൻ, അതായത് ഭഗവാനും നമ്മളും സെയിം ലെവൽ. സെയ് ഭാവേ ഹ അമി താരാധീൻ. അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ ഞാൻ അധീനനാവുന്നു, ഞാൻ കീഴ്പ്പെടുന്നു എന്നാ പറയുന്നത്. എന്നാലും ഇതൊക്കെ വൃന്ദാവനത്തിലെ ബ്രജവാസികളുടെ ഭാവങ്ങളാണ്. ഒരു ദിവസം ഇവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. എന്നാൽ അവിടേക്ക് ചാടാൻ പറ്റില്ല. ആ ഒരു പൊസിഷൻ നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മളിത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു അപരാധമാവുകയും ചെയ്യും. എന്നാൽ ഭഗവാൻ ആഗ്രഹിക്കുന്നതാണ് പറയുന്നത്. വൃന്ദാവനത്തിലെ ഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഐശ്വര്യഭാവത്തിൽ തന്നെയാണ് നമ്മൾ ഭഗവാനെ ആരാധിക്കേണ്ടത്. കാര്യം വൈദ്യസാധന ഭക്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രാഗഭക്തി നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടില്ല. രാഗഭക്തി എപ്പോൾ വരുന്നോ ആ സമയത്ത് ഈ ഒരു ഭാവങ്ങളൊക്കെ നാച്ചുറൽ ആയിട്ട് വരും. ഇത് സ്വാഭാവികമായിട്ട് വരേണ്ട കാര്യങ്ങളാണ്, ആർട്ടിഫിഷ്യലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ഇതെല്ലാം പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം നാളെ മുതല് കൃഷ്ണനെ ഡാന്ന് വിളിക്കുന്നു, പോടാന്ന് വിളിക്കുന്നു, ഈ പരിപാടി അതെല്ലാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അപരാധമായി മാറുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഭഗവാനോടുള്ള ആരാധന ഇപ്പോൾ ചെയ്യേണ്ടത്. അതിന് മെച്യൂരിറ്റി ആവുമ്പോൾ ഇതെല്ലാം തനിയെ സ്വാഭാവികമായിട്ട് പുറത്തു വരും. അതിനുവേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കോഴ്സ് പഠിക്കേണ്ട ആവശ്യവും ഇല്ല. എന്നാൽ അത് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ 10 വർഷം കഴിഞ്ഞാൽ വരുമോ, 20 വർഷം കഴിഞ്ഞാൽ വരുമോ, അതോ 50 വർഷം കഴിഞ്ഞാൽ വരുമോ, അതോ അടുത്ത വർഷം വരുമോ? എപ്പോൾ വേണമെങ്കിൽ വരാം. ഇതെല്ലാം ഭഗവാന്റെ കൃപ പോലെ ഇരിക്കും. നമ്മുടെ പ്രയത്നം മാത്രം കൊണ്ട് നടക്കില്ല ഒന്നും. ഭഗവാന്റെ അഹൈത്തുകമായിട്ടുള്ള കൃപയോട് കൂടിയിട്ടാണ്, കൃപയുണ്ടാവുമ്പോഴാണ് ഇതെല്ലാം തനിയെ വരുന്നത്. തനിയെ ഇതെല്ലാം പ്രകടമാവും ഗുരുവിന്റെയും ഭഗവാന്റെയും മഹാകൃപ കൊണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആത്മാർത്ഥയോടുകൂടി ചെയ്യാം. ബാക്കി ഭഗവാന്റെ കയ്യിലാണുള്ളത്. എന്താണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ അദ്ദേഹത്തിന് അറിയുള്ളൂ. എന്നാൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. ബാക്കി കാരുണ്യം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അതിന് നമ്മൾക്ക് ഒരു റോളും ഇല്ല. ശ്ലോകം 9-10. സുഭദ്രാ ദ്രൗപദി കുന്തി വിരാട തനയാ തഥാ ഗാന്ധാരീ ധൃതരാഷ്ട്രശ്ച യുയുത്സുർ ഗൗതമോ യമോ വൃകോദരശ്ച ധൗമ്യശ്ച സ്ത്രിയോ മത്സ്യാ സുതാദയഃ ന സേഹിരേ വിമൂഹ്യന്തോ വിരഹം ശാർംഗധന്വനഃ. ഹരേ കൃഷ്ണ. പ്രഭുജി വായിക്കട്ടെ പ്രഭു. വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. സുഭദ്രാ ദ്രൗപദി കുന്തി വിരാട തനയാ തഥാ ഗാന്ധാരി ധൃതരാഷ്ട്രശ്ച യുയുത്സർ ഗൗതമോ യമൗ മൃഗോദരശ്ച ധൗമശ്ച സ്ത്രീയോ മത്സ്യസുതാദയാ ന സേഹിരേ വിമുഹ്യന്തോ വിരഹം ശാർംഗധന്വനാഃ. വിവർത്തനം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. ആ സമയം സുഭദ്ര, ദ്രൗപദി, കുന്തി, ഉത്തര, ഗാന്ധാരി, ധൃതരാഷ്ട്ര, യുയുത്സു, കൃപാചാര്യർ, നകുലൻ, സഹദേവൻ, ഭീമസേനൻ, ധൗമ്യൻ, സത്യവതി എന്നിവരെല്ലാം ഏറെക്കുറെ മോഹാലസ്യപ്പെട്ടു.
എന്തെന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വേർപാട് അവർക്ക് സഹിക്കുവാൻ അസാധ്യമായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സുഭദ്ര ദേവി, ദ്രൗപദി ദേവി, കുന്തി ദേവി, ഉത്തര ദേവി, ഗാന്ധാരി, ധൃതരാഷ്ട്ര, ബാക്കി പേരുകളൊക്കെ പറയുന്നു. കൃപാചാര്യ, യുജുസ്, നകുല, സഹദേവ, ഭീമസേനൻ, ധൗമ്യ, സത്യവതി, ഇവരെല്ലാവരും തന്നെ മോഹത്സ്യപ്പെട്ടു വീഴുകയാണ് ചെയ്യുന്നത്. കാര്യം ഭഗവാനെ പിരിയുന്നത് ഓർത്തുകൊണ്ട്, ഭഗവാൻ ഒരുപാട് മാസങ്ങളായിട്ട് കൂടെയുണ്ട്, കൃഷ്ണൻ കൂടെയുണ്ട്. അദ്ദേഹത്തെ പിരിയുമ്പോൾ അവരെല്ലാവരും മോഹത്സ്യപ്പെട്ടു വീഴുന്നു. സഹിക്കാൻ സാധിക്കുന്നില്ല ആ വിരഹം. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാൻ കൃഷ്ണന്റെ പരിശുദ്ധ ഭക്തർക്ക് ഒരിക്കലും കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. അവർക്ക് ആ ഭഗവാനെ പിരിഞ്ഞിരിക്കുന്നത് യുഗായുധം നിമിഷേന ചക്ഷുഷ പ്രാവർഷ്യായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹേണമേ. അതായത് ഒരു നിമിഷം യുഗം പോലെ തോന്നുന്നു. അത്രമാത്രം വിരഹത്തിൽ അവർക്ക് ആ ഒരു സഹിക്കാൻ പറ്റില്ല. എന്നാലും ഈ വിരഹത്തിനകത്തും ഒരു അതീന്ദ്രിയ തലത്തിലുള്ള സുഖമുണ്ട്, ആനന്ദമുണ്ട്. അത് നമുക്കറിയില്ല. വിരഹത്തിൽ എന്താണ് സുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു ഭാവം അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല ഇതൊന്നും. എങ്ങനെയാണ് ഈ വിരഹവേദന, എന്താണ് വിരഹവേദനയല്ല, വിരഹത്തിന്റെ സുഖം അല്ലെങ്കിൽ വിരഹം, വിപ്രലംബ ഭാവം എന്താണെന്ന് നമുക്ക് അറിയ പോലുമില്ല. ആകെ തിയററ്റിക്കലി നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു വ്യക്തിയോട് സ്നേഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഒരുപാട് നമ്മൾ ഇടപഴകി അത്രമാത്രം സ്നേഹബന്ധം ഉള്ളപ്പോഴാണ് അദ്ദേഹം ഇല്ലാതെ വരുമ്പോൾ, അദ്ദേഹത്തെ കാണാതെ വരുമ്പോൾ ഉള്ളിലൊരു വിരഹവേദന ഉണ്ടാവുന്നത്. നമ്മളെ സംബന്ധിച്ച് കാലാകാലങ്ങളായിട്ട് ജന്മജന്മാന്തരങ്ങളായി ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകിൽ ഓടി ഭഗവാനെ മറന്നിരിക്കും. ആ ഭഗവാനോടുള്ള സ്നേഹം ഇതുവരെ ഡെവലപ്പ് ആയിട്ടില്ല. ഭഗവാനോടുള്ള സ്നേഹം വന്നിട്ടില്ല. സ്നേഹം ഉണ്ടായാലല്ലേ നമുക്ക് അദ്ദേഹത്തെ കാണാതാവുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാതാവുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവുന്നത്, വിരഹം ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തോന്നാത്തത് കാരണം സിമ്പിൾ ആണ്, ആ സ്നേഹബന്ധം ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് അതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ വിരഹം തോന്നുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നു, അല്ലെങ്കിൽ സുഹൃത്ത് ഒരുപാട് ദിവസം നമ്മുടെ കൂടെ നിന്ന് പോകുമ്പോൾ ഒരു വിരഹം തോന്നുന്നു. ആ സുഹൃത്തിനോട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഭഗവാനുമായിട്ടുള്ള ഡീലിങ്സിൽ അങ്ങനെ ഒരു ഫീലിംഗേ ഇല്ല. അതിന്റെ അർത്ഥം ഭഗവാൻ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ ചെറുതായിട്ടുണ്ട്, അത്രേ ഉള്ളൂ, കാര്യമായിട്ടില്ല. ഒന്നും അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഇപ്പോഴും. ഇവിടെ നോക്കൂ, ഇവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ഭഗവാൻ കൃഷ്ണൻ പിരിയുന്നത് ഓർക്കുമ്പോൾ തന്നെ അവര് മോഹത്സ്യപ്പെട്ടു വീഴുന്നു. സ്ത്രീ പുരുഷന്മാരെല്ലാവരും ഒരേപോലെ, ജൂനിയർ സീനിയർ എല്ലാവരും ഉണ്ട് ഇതില്. നകുലൻ സഹദേവനൊക്കെ ജൂനിയർ ആണ്. പിന്നെ സ്ത്രീകളുണ്ട്, കുന്തി ദേവി, സുഭദ്ര ദേവി, ഉത്തര ദേവി, ഗാന്ധാരി, ധൃതരാഷ്ട്ര എല്ലാവരും. ഈവൻ ധൃതരാഷ്ട്രർക്ക് പോലും കൃഷ്ണനെ പിരിയുമ്പോൾ വിഷമം തോന്നുന്നു. കാര്യം ഇപ്പോൾ ധൃതരാഷ്ട്ര ഇവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് മാറി തുടങ്ങുന്ന സമയമാണ്. എല്ലാവർക്കും ആ വിരഹം ഉണ്ട്. പ്രഭുപാദി ഭാവാർത്ഥത്തിൽ അതാ പറയുന്നത്, ഭക്തർക്ക് പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല, ഒരു നിമിഷം പോലും അവർക്ക് മാറിയിരിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മാറിയിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഭഗവാന്റെ ചിന്തകളോ അല്ലെങ്കിൽ ഭഗവാന്റെ സേവനങ്ങളോ ചെയ്യാതെ അവര് വെറുതെ ഇരിക്കാൻ അവർക്ക് സാധിക്കില്ല. ആ ഒരു ഭാവം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്, ആ വിരഹഭാവം, വിപ്രലംബ ഭാവം. പ്രഭുപാദി അതിനെക്കുറിച്ച് ഇവിടെ കുറച്ച് പറയുന്നു. വിപ്രലംബ ഭാവത്തെ കുറിച്ച് വൃന്ദാവനത്തിലെ ബ്രജവാസികളുടെ വിരഹത്തെ കുറിച്ചാണ് പറയുന്നത്. കൃഷ്ണൻ വൃന്ദാവനം വിട്ട് മധുരയിലേക്ക് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. കൂട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൃഷ്ണൻ പോവുകയാണെന്നുള്ളത്. അവര് ഭ്രാന്ത് വന്ന ആളുകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. കൃഷ്ണൻ പോകുന്നില്ല, പോയിട്ടേ ഇല്ല, കൂടെയുണ്ട്, സംസാരിക്കുന്നു, കൃഷ്ണനോട് സംസാരിക്കുന്നു. അവിടെ ആരും ഇല്ലെങ്കിലും സംസാരിക്കുന്നു, കളിക്കുന്നു. അതാണ് അവരുടെ ഭാവനയിൽ കൃഷ്ണൻ അവിടെ ഉണ്ട്. ഗോപികമാരുടെ വിരഹത്തെ കുറിച്ച് പറയാൻ ഒരു യോഗ്യത പോലും നമുക്കില്ല. വക്രൂരൻ കൊണ്ടുപോകുന്ന സമയത്ത് രഥത്തിന്റെ മുമ്പിൽ എല്ലാവരും നിരന്ന് കിടക്കുന്നു. കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളുടെ മുകളിലൂടെ
കൃഷ്ണനെ ഇവിടുന്ന് കൊണ്ടുപോവാണെങ്കിൽ ഞങ്ങളുടെ മുകളിലൂടെ രഥം കയറ്റി ഇറക്കി കൊണ്ടുപോകുള്ളൂ, ഞങ്ങൾക്ക് ജീവിച്ചിരിക്കണ്ട എന്നാണ് അവര് പറയുന്നത്. രാധാറാണിയുടെ വിപ്രലംബ സ്നേഹത്തെ കുറിച്ച് പിന്നെ പറയാനൊന്നും ഒരു അധികാരവും നമുക്കില്ല. രാധാറാണി എത്രമാത്രം ആ ഒരു വേദന സഹിച്ചു എന്നുള്ളത് പ്രഭുപാദ് അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ പറയുന്നു. പിന്നീട് കുരുക്ഷേത്രത്തിൽ കണ്ടപ്പോൾ ഒരു സൂര്യഗ്രഹണം ത്തിന്റെ ഒരു ദിവസം അവര് കാണുന്നുണ്ട്. ദ്വാരകയിൽ നിന്ന് കൃഷ്ണനും രാജ്ഞിമാരും വരുന്നു, വൃന്ദാവനത്തിൽ നിന്ന് പ്രജവാസികൾ അങ്ങോട്ട് പോകുന്നു, അവിടെ തമ്മിലൊരു കൂടിക്കാഴ്ചയുണ്ട്. ഇതെല്ലാം ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ എല്ലാം മനോഹരമായിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ വിപ്രലംബ ഭാവം നമുക്ക് അനുഭവിക്കാനുള്ള യോഗ്യത ആയിട്ടില്ല. എന്നാൽ ഇതാണ് പരിശുദ്ധ ഭക്തരുടെ ഭാവം. നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഗോസ്വാമിമാരാണെങ്കിലും അവരുടെ ലീലയിൽ നമുക്ക് കാണാം, അവരും ചോദിക്കുന്നു കൃഷ്ണനോട്, കൃഷ്ണനെയും രാധാറാണിയെയും സഖിമാരെയും അന്വേഷിച്ച് ഓടി നടക്കുവാണ് വൃന്ദാവനത്തിൽ. രാധാകുണ്ഡതടേ കളിന്ദ തനയാ തീരേ ച വംശീവടേ പ്രേമോന്മാദവശാദശേഷദശയാ ഗ്രസ്തോ പ്രമത്തൗ സദാ ഗായന്തോ ച കദാ ഹരേർഗുണവരം ഭാവാഭിഭൂതോ മുദാ വന്ദേ രൂപ സനാതനൗ രഘുയുഗൗ ശ്രീജീവഗോപാലകൗ. ഹേ രാധേ വ്രജ ദേവികേ ച ലളിതേ ഹേ നന്ദസൂനോ കുതഃ. അങ്ങനെയാണ് ഗോസ്വാമിമാരുടെ അവസ്ഥ. ഗോസ്വാമിമാര് വൃന്ദാവനത്തിൽ ഉടനീളം ഓടി നടന്നു ചോദിക്കുന്നു എവിടെയാണ്? ഓ രാധേ, ഓ ദേവി, ഓ ലളിതേ, ഓ വിശാഖേ, ഓ നന്ദസൂനു, ഓ കൃഷ്ണ എവിടെയാണ്? ശ്രീ ഗോവർദ്ധന കൽപ്പപാദപതലേ കാളിന്ദിവനെ കുത. ശ്രീ ഗോവർദ്ധന ഗോവർദ്ധനം പർവ്വതത്തിനടുത്തുണ്ടോ അതോ കാളിന്തി അല്ലെങ്കിൽ യമുന തീരത്താണോ നിങ്ങളുള്ളത്? എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഘോഷന്താവിധി സർവതോ വ്രജപുരേ കേദേ മഹാവിഹ്വലോ വന്ദേ രൂപ സനാതനം രഘുയുഗോ ശ്രീജീവഗോപാലകോ. അവർ കരഞ്ഞുകൊണ്ട്, ഉറക്കെ കരഞ്ഞുകൊണ്ടാണ്. മഹാവിഹ്വലോ, അവരുടെ കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ പേരെല്ലാം. എവിടെയാണെന്ന് ചോദിക്കുന്നു. അതാണ് ഗോസ്വാമിമാരുടെ അവസ്ഥ. ഇതെല്ലാം വിപ്രലംബ ഭാവമാണ്. ഇതൊന്നും എന്താണെന്ന് പോലും നമുക്കറിയില്ല. അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി മനസ്സിലാക്കി വെക്കുക. ഒരു ദിവസം എന്തെങ്കിലും ഭഗവാന്റെ കൃപയുണ്ടാവുമ്പോൾ, രാധാറാണിയുടെ കൃപയുണ്ടാവുമ്പോൾ, ഗുരുവിന്റെ കൃപയുണ്ടാവുമ്പോൾ ഇതെല്ലാം അനുഭവിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും. പ്രഭുപാദ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു വിപ്രലംബ ഭാവത്തെക്കുറിച്ചും വൃന്ദാവനത്തിലെ ബ്രജവാസികളുടെ ഒരു ഭാവത്തെക്കുറിച്ചും പറയുന്നു. ഓക്കെ, ശ്ലോകം 11-12. ഒരു കാര്യം കൂടി ഉണ്ട്. വിപ്രലംബ ഭാവത്തിൽ പറയുമ്പോൾ എക്സ്റ്റേണലി നോക്കുമ്പോൾ ഒരു വിരഹമാണ്. എന്നാൽ ഉള്ളിൽ നോക്കുമ്പോൾ അവിടെ വിരഹമല്ല, അവിടെ സംഭോഗമാണ്. കാര്യം എപ്പോഴും വിരഹത്തിൽ ഉണ്ടാവുന്ന ഒരു അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദം സംഭോഗത്തിലില്ല. സംഭോഗം എന്ന് പറഞ്ഞാൽ കൂടി വരുമ്പോൾ, ചേർന്നിരിക്കുമ്പോൾ ഇല്ല. അതാണ് കാര്യം. ആ ഒരു പിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്നേഹം, അത് ആ ഒരു സ്നേഹത്തിന്റെ അളവും ആ ഒരു ഭാവവും നമുക്ക് ചിന്തയുടെ അപ്പുറത്താണ്. അതുകൊണ്ട് അതിലും ആ വിരഹത്തിലും വിപ്രലംബ ഭാവത്തിലും അതീന്ദ്രിയമായിട്ടുള്ള ഉത്തമമായ അല്ലെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഭാവമാണത്, ഒരു ആനന്ദമാണുള്ളത്. 11-12. സത്സംഗാൻ മുക്ത ദുഃസംഗോ ഹാതും നോത്സാഹതേ ബുധഃ കീർത്യമാനാം യശോ യസ്യ സകൃത് ആകർണ്യരോചനം തസ്മിന്യസ്താധിയാ പാർത്ഥാഃ സഹേരൻ വിരഹം കഥം ദർശനാസ്പർശ സംലാപ ശയനാസന ഭോജനൈ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്സംഗാ മുക്ത ദുത്സംഗോ ഹാതും നോ സഹദേ ബുധഃ
കീർത്യമാനമ്യശോ യസ്യ സകൃത കർണ്യരോചനം തസ്മിൻ ന്യസ്തതിയ പാർത്ത സഖേരൻ വിരഹം കഥം ദർശന സ്പർശ സംലാപ ശയനാസനഭോജനൈഃ. കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. ശുദ്ധ ഭക്തരുടെ സംസർഗത്തിൽ പരമപുരുഷനായ ഭഗവാനെ മനസ്സിലാക്കുകയും ദുഷിച്ച ഭൗതിക സംസർഗത്തിൽ നിന്നും സ്വതന്ത്രനാവുകയും ചെയ്ത ഒരു ബുദ്ധിശാലിയായ വ്യക്തിക്ക് ഒരിക്കൽ മാത്രം കേട്ടതാണെങ്കിൽ തന്നെയും ഭഗവത് മഹാത്മ്യങ്ങളെ കുറിച്ച് ശ്രവിക്കുന്നത് ഒരിക്കലും ഒഴിവാക്കാനാവില്ല. പിന്നെ എങ്ങനെയാണ് ഭഗവാനെ മുഖാമുഖം ദർശിക്കുകയും സ്പർശിക്കുകയും അവിടുന്നുമായി സംവദിക്കുകയും അവിടത്തോടൊപ്പം ഉറങ്ങുകയും ഇരിക്കുകയും ഭുജിക്കുകയും ചെയ്ത് വ്യക്തിരൂപത്തിലുള്ള ഭഗവാനുമായി ഉറ്റബന്ധം സ്ഥാപിച്ച പാണ്ഡവർക്ക് അദ്ദേഹത്തിന്റെ വേർപാട് സഹിക്കുവാൻ കഴിയുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ ഇവിടെ പറയുന്നു, സാധാരണ ഒരാൾക്ക്, അതായത് അനാവശ്യമായിട്ടുള്ള സംഘത്തിൽ നിന്ന് മുക്തരായിട്ടുള്ളവര്, അസത്സംഗത്തിൽ നിന്ന് മുക്തരായിട്ടുള്ളവര്, അല്ലെങ്കിൽ അസത്സംഗത്തിൽ പോവാത്ത ആളുകള്, ബുദ്ധിയുള്ള കുറച്ച് ആളുകൾക്ക്, അവർക്ക് ഭഗവാനെ കുറിച്ച് ഒരിക്കൽ മാത്രം കേട്ടാൽ പോലും, ഒരിക്കലേ കേട്ടിട്ടുള്ളൂ എന്ന് വെക്കുക, എന്നാൽ പോലും ആ ഭഗവാന്റെ മഹാത്മ്യത്തെ കുറിച്ച് കേൾക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അവർക്ക് അത് ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ഇനിയും കേൾക്കാനുള്ള ആഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അതിനെ മറക്കുവാനോ സാധിക്കില്ല. ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ അത്രമാത്രം ആകർഷണമാണ് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നുള്ളൂ, ഭഗവാനെ നേരിട്ട് കാണുന്നില്ല. കേൾക്കുമ്പോൾ തന്നെ ആകർഷണം തോന്നുന്നു, അതും ഒരു പ്രാവശ്യം കേട്ടാൽ പോലും. എന്നാൽ പാണ്ഡവരുടെ കാര്യം ഒന്ന് നോക്കൂ എന്നാണ് ഇവിടെ ശ്ലോകത്തിൽ പറയുന്നത്. പാണ്ഡവരാണെങ്കിൽ ഒരു കേൾക്കുക മാത്രമല്ല, കാണുക മാത്രമല്ല, കൂടെ കൃഷ്ണന്റെ കൂടെ വളരെ അടുത്ത് പെരുമാറുന്നു, സുഹൃത്തായിട്ട് കാണുന്നു, തൊടുന്നു, സംസാരിക്കുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു, ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാസ്യ രീതിയിലെല്ലാം സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള പാണ്ഡവർക്ക് എങ്ങനെ ഇത് സഹിക്കാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ശ്ലോകത്തിൽ പറയുന്നത്. മനോഹരമായിട്ടുള്ള ശ്ലോകം. പാണ്ഡവരുമായിട്ട് ഭഗവാന്റെ ഒരു റിലേഷനെ കുറിച്ച് പറയാനില്ല. എല്ലാ രീതിയിലും ഭഗവാൻ പാണ്ഡവരെ സേവനം ചെയ്തിട്ടുണ്ട്. സാരഥ്യ, പാർഷദ, സേവന, സഖ്യ, ദൗത്യ, വീരാസനാനുഗമന, സ്ഥാന പ്രണാമം, സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗത് പ്രണീതം ച വിഷ്ണുർ ഭക്തിം കരോതി ച പതിശ്ചരണാരവിന്ദ്. ഇത് അടുത്ത അധ്യായത്തിൽ വരുന്ന ഒരു ശ്ലോകമാണ്, 16ാമത്തെ അധ്യായത്തിൽ വരുന്ന ശ്ലോകമാണ്. അവിടെ പറയുന്നു, അദ്ദേഹത്തിന്റെ സാരഥിയെ, അർജുന്റെ സാരഥിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പാർഷദനായിട്ട്, സുഹൃത്തായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. അതായത് കൃഷ്ണൻ എല്ലാവിധ സേവനങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമായിരുന്നു. എന്തിനു പറയണം, യുദ്ധം നടക്കുന്ന സമയത്ത് കുതിരകൾക്ക് വെള്ളം കൊടുക്കുന്നു, കുതിരകളെ മസാജ് ചെയ്യുന്നു, കുതിരകൾ ക്ഷീണിക്കുന്ന സമയത്ത് അർജുനന്റെ കുതിരകളെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സേവനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സഖ്യ, സുഹൃത്ത് ബന്ധം നമ്മൾ കാണാം. അതേപോലെ തന്നെ ദൗത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൂതനായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. പാണ്ഡവരുടെ ദൂതനായിട്ട് കൗരവപക്ഷത്തിൽ പോയി സംസാരിക്കാനൊക്കെ പോയിട്ടുണ്ട്. ഇതെങ്ങനെയും സോൾവ് ചെയ്യാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ദൗത്യ, അദ്ദേഹം ദൂതനായി പോയി. അതേപോലെ വീരാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച്മാൻ, രാത്രി ഉറങ്ങാതെ കാവലിൽ നിൽക്കുന്നു, വാച്ച്മാനായിട്ട്. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അതാണ് ഭഗവാൻ പല രീതികളിലും, അല്ലെങ്കിൽ എല്ലാ രീതികളിലും പാണ്ഡവരെ സേവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പാണ്ഡവർക്ക് കൃഷ്ണനെ എങ്ങനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. അതേപോലെ ഭഗവാൻ കൃഷ്ണൻ എങ്ങനെ ഇവരെ പിരിക്കാൻ പറ്റും? രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് പാണ്ഡവരുടെ വിരഹത്തെ കുറിച്ചാണ്. എന്നാൽ കൃഷ്ണന്റെ ഉള്ളിലും ഒരുപാട് വിഷമമുണ്ട് പാണ്ഡവരെ പിരിയാൻ, തീർച്ചയായിട്ടും. എന്നാലും അദ്ദേഹത്തിന് അറിയാം, ഇനി ദ്വാരകയിൽ പോയി അവിടെ കാത്തിരിക്കുന്നുണ്ട് കുറെ പേര്. അവർ ഒരുപാടായി
കാത്തിരിക്കുന്നു. യുഗായുധം നിമിഷേന ചക്ഷുഷ പ്രാവർഷ്യായുധം പറഞ്ഞുകൊണ്ട് അവരും ഇരിക്കുന്നുണ്ട്. അവർക്കും ദർശനം കൊടുക്കണം, അവരുടെ കൂടെയും ഇനിയിരിക്കണം. അപ്പോൾ എല്ലാം കൊണ്ട് ഭഗവാൻ എല്ലാവരെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പോയേ പറ്റൂ. എന്നാലും അദ്ദേഹത്തിന്റെ ഉള്ളിലും ഈ ഒരു സ്നേഹവും ഒരു വിഷമവും ഉണ്ട് പാണ്ഡവരെ പിരിയുമ്പോൾ. പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഒരു ജീവാത്മാവിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. എല്ലാ രീതിയിലും, അതായത് ഇന്ദ്രിയങ്ങളെല്ലാം ഉപയോഗിച്ച് ഭഗവാനെ സേവിക്കുക. അതാണ് ഭഗവാനെയാണ് സേവിക്കേണ്ടത്, അല്ലാതെ മായയല്ല സേവിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ജന്മജന്മാന്തരങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത് മായയെ നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഭഗവാനെ സേവിക്കാൻ നമ്മൾ മറന്നു. അങ്ങനെ ഭഗവാനെ മറന്നുകൊണ്ട്, അതുകൊണ്ടാണ് ഉള്ളിൽ ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു ഫീലിങ്സും ഒന്നും ഇല്ലാത്തത്. മായയെ സേവനം ചെയ്ത് എന്താണ്, നമുക്ക് ഇവിടെ ഭൗതിക ലോകത്തിലെ എന്തെങ്കിലും നമുക്ക് നഷ്ടമാവുമ്പോൾ അപ്പോൾ വിരഹവും കരച്ചിലും പരാതിയും പ്രശ്നങ്ങളൊക്കെ വരും. ഭഗവാനെ പിരിഞ്ഞിരിക്കുന്നതിൽ, ഭഗവാനെ മറന്നിരിക്കുന്നതിൽ ആർക്കും ഒരു ടെൻഷൻ ഇല്ല, ഒരു വിഷമവും ഇല്ല. എത്ര ജന്മജന്മാന്തരങ്ങളായി മറന്നിരിക്കുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്നാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു, ഒന്നും വേണ്ട, ഈ മൊബൈല് കാണുന്നില്ല 10 മിനിറ്റ് നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ടെൻഷനായി. ആ മൊബൈലിനോടുള്ള വിരഹം പറയാനുണ്ടോ? എന്റെ മൊബൈൽ കാണാനില്ല, അരമണിക്കൂറായിട്ട് തപ്പൊന്നും കിട്ടുന്നില്ല, വല്ലാത്തൊരു വിരഹവേദനയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നിട്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത്, ഞാൻ ഒരു ഭക്തനാണ് എന്ന് പറയുന്നത്. എന്നാൽ ഭഗവാനോട് നമുക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? അഹങ്കരിക്കാൻ മാത്രമുണ്ട്. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഒരുപാട് ദൂരം പോകാനുണ്ട് നമുക്ക്. ഭഗവാന്റെ മഹാകൃപ, ഗുരുവിന്റെ മഹാകൃപ ആവശ്യമുണ്ട്. ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ഇതെല്ലാം ഉള്ളിൽ നിന്ന് തോന്നണമെങ്കിൽ വേദനയും ബുദ്ധിമുട്ടും വിഷമമൊക്കെ തോന്നുന്നത് ഭൗതികമായിട്ടുള്ള സാധനങ്ങളോടും ഇന്ദ്രിയ വസ്തുക്കളുമായിട്ടുള്ള അത് കിട്ടാതെ വരുമ്പോഴുള്ള ദേഷ്യവും വിഷമവും സങ്കടമൊക്കെയാണ് ഉള്ളൂ. ഭഗവാനെ പിരിഞ്ഞിരിക്കും, ഞാൻ ഭഗവാന്റെ അംശമാണ്, ഞാൻ ചെയ്യേണ്ടത് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം, അതാണ് എന്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ എന്റെ ധർമ്മം അതാണ് എന്നുള്ളത് പറയുന്നു തിയറി നമ്മൾ, പക്ഷെ അത് ഉള്ളുകൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. അതാണ് അവസ്ഥ. എന്നാൽ പരിശുദ്ധ ഭക്തരുടെ അവസ്ഥ അങ്ങനെയല്ല. അവർക്ക് ഭഗവാൻ അല്ലാതെ ഒന്നും അറിയില്ല, ഭഗവാനെ മാത്രമേ, അതായത് അവരുടെ എല്ലാം ഭഗവാനാണ്, അവരുടെ പ്രയോറിറ്റി ഭഗവാനാണ്. അല്ലാതെ നമ്മളെ പോലെ ഹൃദയത്തിനകത്ത് 1000 കാര്യങ്ങളിലെ ഒന്നല്ല ഭഗവാൻ. അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ എവിടെയാണ് 1000 സംഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്, അതിനകത്ത് എവിടെയാണെന്ന് തപ്പിപ്പിടി ലെൻസ് വെച്ച് നോക്കിയാലും കാണാൻ പറ്റില്ല ഭഗവാൻ. അതാണ് അവസ്ഥ. എന്താ പറയാ എന്നറിയില്ല. പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭക്തരുടെ മനസ്സ് എപ്പോഴും അങ്ങനെയാണ്. അവർക്ക് ഭഗവാനുമായിട്ടുള്ള എപ്പോഴും ചേർന്ന് നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അവരുടെ കോൺഷ്യസ്നെസ് തന്നെ, അവരുടെ അവബോധം തന്നെ അങ്ങനെയാണ് എപ്പോഴും എന്നുള്ളത്. പിന്നീട് ഇവിടെ പ്രഭുപാദ് പറയുന്നു, ഇതെങ്ങനെ നമുക്ക് ഭൗതിക ലോകത്തിലെ ഈ ക്ലേശങ്ങളിൽ നിന്നും ഈ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് മുക്തരാവാൻ സാധിക്കുന്നു? ഭഗവാന്റെ പരിശുദ്ധ ഭക്തരുടെ സംഘത്തിലൂടെ മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇത് പലപ്പോഴും ഈ ഒരു തത്വം നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രഭുപാദ് പറയുന്നു റിപ്പീറ്റഡ്ലി. പക്ഷെ ഇതാണ് അതിന്റെ സത്യം. പരിശുദ്ധ ഭക്തരുടെ സംഘത്തിലൂടെ, പരിശുദ്ധ ഭക്തരുടെ അനുഗ്രഹത്തോടു കൂടി, അവരുടെ മഹാകൃപ കൊണ്ട് ആണ് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റ്സ് എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും പോവില്ല. അത് എങ്ങനെ പോകുന്നു? പരിശുദ്ധ ഭക്തരിൽ നിന്ന് ഹരികഥ കേട്ട്, കൃഷ്ണനെ കുറിച്ച് കേട്ടു, ഭഗവാനെ കുറിച്ച് കേട്ടു, ഭാഗവതം കേട്ടുകൊണ്ട്, ശ്രവണത്തിലൂടെ പരിശുദ്ധ ഭക്തരിൽ നിന്ന് ശ്രവിച്ച് നമുക്ക് ഭഗവാനോടുള്ള ആസക്തി വരും, ആ ഒരു അറ്റാച്ച്മെന്റ് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഫീലിങ്സ് എല്ലാം നമുക്ക് വന്നു തുടങ്ങും. അതാണ് ഇതിനുള്ള ഒരു മാർഗം. കൂടുതൽ നാമം ജപിക്കുക, കൂടുതൽ കേൾക്കുക, നാമം ജപിക്കുക, കേൾക്കുക, നാമം ജപിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നു പ്രഭുപാദ് പിന്നീട് ഭഗവാനെ കുറിച്ച് പറയുന്നു, ഭഗവാൻ എല്ലാവർക്കും
മുക്താത്മാക്കളെ പോലും ആകർഷിപ്പിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത്. നമ്മളെ ആകർഷിപ്പിക്കുന്നില്ല, കാര്യം ആകർഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യാത്തതിന്റെ പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അനർത്ഥങ്ങളും ഒരുപാട് കൽമഷങ്ങളും ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളും മൂടിയിരിക്കുന്നു. നമ്മുടെ കൃഷ്ണപ്രേമത്തെ മൂടി വെച്ചിരിക്കുകയാണ്. അതെല്ലാം ചേതോദർപ്പണ മാർജനം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ഫീലിങ്സ് വരാത്തത്. എന്നാൽ മുക്താത്മാക്കളെ പോലും ആകർഷിപ്പിക്കുന്നു ഭഗവാൻ. ആത്മാരാമശ്ച മുനയോ നിർഗ്രന്ഥ അപി ഉരുക്രമേ കുർവന്തി അഹൈതുകിം ഭക്തിം ഇത്തം ഭൂത ഗുണോഹരി. ആത്മാരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്താത്മാക്കൾ, പരിശുദ്ധ ഭക്തർ, അവരെ പോലും ആകർഷിപ്പിക്കുന്നു, എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു. ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ നാമരൂപ ഗുണലീലകൾ എല്ലാ തലത്തിലുള്ള ആളുകളെയും ആകർഷിപ്പിക്കുന്നുണ്ട്. ഒന്നുമില്ലാത്ത, അതായത് സാധാരണ നമുക്കും ഒരു ആകർഷണം തോന്നുന്നു. ഇനി അതല്ലാതെയും ചില ആളുകൾക്ക് ചിലപ്പോൾ കീർത്തനം കേൾക്കുമ്പോൾ ഒരു ആകർഷണം തോന്നും. ഭക്തിയിൽ വരാത്തവർക്ക് പോലും കീർത്തനം നല്ല ട്യൂണോടുകൂടി നല്ല ഭംഗിയായിട്ട് ആലപിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊരു ആകർഷണം തോന്നുന്നു. അപ്പം എങ്ങനെയെങ്കിലും ആളുകൾക്ക് ആകർഷണം തോന്നും. ഭഗവാന്റെ ഒരു ക്വാളിറ്റിയാണ് അത്. അതായത് അദ്ദേഹം പരമസത്യമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാമരൂപ ഗുണലീലകൾ, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ഈ വെണ്ണ കക്കുന്ന ലീലകളും വൃന്ദാവനത്തിലെ കുസൃതി കാണിക്കുന്ന ലീലകളൊക്കെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? എത്ര കല്ലുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഹൃദയം അലിയുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. കേൾക്കുമ്പോൾ അവർക്കൊരു ഉള്ളിലൊരു സന്തോഷം തോന്നുന്നു. അതാണ് ഭഗവാന്റെ ലീലകളുടെ എല്ലാം ആ ഒരു ശക്തി. അപ്പോൾ പിന്നെ ഭക്തരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഭക്തർ ആ ഒരു ഭഗവാന്റെ നാമരൂപ ഗുണലീലകളിൽ ഇങ്ങനെ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. ഓക്കെ, ശ്ലോകം 13. സർവേ തേ നിമിഷേ രക്ഷേസ് തം അനുദ്രുത ചേതസഃ വിക്ഷന്താ സ്നേഹ സംബദ്ധ വിചേലുസ്തത്ര തത്രഃ. ഗണപതി പ്രഭു വായിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. സർവേ തേ അനിമിഷൈഷൈ തമനുദ്രൂത ചേതസ വിശന്ത സ്നേഹ സംബന്ധ വിജയലുസ്തത്ര തത്രഃ. ഹരേ കൃഷ്ണ. വിവർത്തനം. ആകർഷണമാകുന്ന പാനയിൽ ഭഗവാനു വേണ്ടി അവരുടെ എല്ലാം ഹൃദയമുരുകുന്നുണ്ടായിരുന്നു. അവർ ഇമചിത്മാതെ അവിടുന്ന് വീക്ഷിക്കുകയും സംഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അവരുടെ ഹൃദയം, അതായത് പിരിയുമ്പോൾ ഹസ്തിനാപുരവാസികളുടെ ഒരു ഭാവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. കണ്ണ് ചിമ്മാതെ അവര് ഭഗവാനെ, കൃഷ്ണനെ നോക്കുന്നു. അതേപോലെ വല്ലാത്തൊരു അവസ്ഥയിലാണ് അവര്. എന്താണ് അവരുടെ അവസ്ഥ എന്ന് മനസ്സിലാവുന്നില്ല. ഹൃദയം ഇങ്ങനെ ഉരുകി പോകുന്നത് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് പറയുന്നത്. പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, കൃഷ്ണൻ എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു. സർവം ആകർഷയതി ഇതി കൃഷ്ണ. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു. അതാണ് കൃഷ്ണൻ എന്ന് പറയുന്ന, കൃഷ്ണ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരു അർത്ഥം ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം ശ്യാമ നിറത്തിലുള്ളത്, ശ്യാമനിറം, ശ്യാമ സുന്ദർ അല്ലെ, അത് ആ ഒരു നിറത്തെയും കൃഷ്ണ എന്നുള്ള പേരുണ്ട്. അതേപോലെ വേറെ കൃഷ്ണൻ എന്ന് പറയുന്ന വാക്കിന് വേറെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ശ്യാമനിറം, 2 എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു, 3 കൃഷ് ധാതു. കൃഷ്ണ എന്ന് പറയുന്ന വാക്കിനെ 2ആയിട്ട് നമ്മൾ മുറിച്ചാൽ കൃഷ്ണ. കൃഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു മഹാത്മ്യം, എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മാധുര്യം. അത് ആചാര്യന്മാര് പറയുന്നതാണ്. കൃഷ് ധാതു, കൃഷ് എന്ന് പറയുന്ന വാക്കിന് അദ്ദേഹത്തിന്റെ ഐശ്വര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹാത്മ്യം, ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് പറയുന്നു. എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മാധുര്യത്തെ കുറിച്ച് പറയും, സ്വീറ്റ്നെസ് പറയും. അതേപോലെ കൃഷ് ധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി, കൃഷി, വാണിജ്യം, നമുക്കറിയാം കൃഷി. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ എന്താണ്
എന്താണ് ചെയ്യുന്നത്? കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെടികൾ നടണം അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ ആദ്യം അവിടെ മണ്ണെല്ലാം ഉഴുത് അല്ലെ ഉഴണം. അപ്പോൾ അതാണ് പറയുന്നത്. കല്ലപ്പ ഉപയോഗിച്ച് നമ്മൾ അവിടെ എല്ലാം ശരിയാക്കുന്നു അല്ലെ, കൈക്കോട്ടും ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ആ മണ്ണിനെ ശരിയാക്കിയിട്ടാണ് അതിനെ പിന്നീടാണ് ഞാറ് നടുന്നതാണെങ്കിൽ ഞാറ് അല്ലെങ്കിൽ എന്താണെങ്കിലും നടുന്നത്. അതേപോലെ കൃഷ് ധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃഷ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. അതായത് ഭഗവാന്റെ ആ മഹാകൃപയാവുന്ന ആ ഒരു കല്ലപ്പ അല്ലെങ്കിൽ കൈക്കോട്ടോ എന്ത് വേണമെങ്കിലും പറയാം, അത് ഉപയോഗിച്ച് ഭഗവാൻ നമ്മളെ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള അനർത്ഥങ്ങളെല്ലാം മാറ്റിക്കളയാണ് ചെയ്യുന്നത്. അനർത്ഥങ്ങളെ മാറ്റുന്നു. അതാണ് പറയുന്നത്. കൃഷ്ണ, ഭഗവാൻ കൃഷ്ണൻ, മനോഹരമായിട്ടുള്ള പേര്. പ്രഭുപാദ് അതാ പറയുന്നത് ഇവിടെ. പ്രഭുപാദ് പറയുന്നത് എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നമ്മൾ 3-4 അർത്ഥം പറയുന്നത് ആചാര്യന്മാരുടെ എക്സ്പ്ലനേഷൻ ആണ്. ഇവിടെ പറയുന്നു പ്രഭുപാദ് പിന്നീട് ചെറിയ ഭാവാർത്ഥമാണ്, പക്ഷെ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നു ഇവിടെ. ഒരു ജീവാത്മാവ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ബദ്ധാത്മാക്കള് നമുക്ക് ആ ഒരു ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. എന്നാൽ അതിലോട്ട് ചെറുതായിട്ട് നമുക്ക് ഒരു മുഴുവനായിട്ടും നമുക്ക് അനുഭവിക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ഭാവം വന്നിട്ടുണ്ടാവില്ല. എന്നാലും കുറച്ച് നമ്മൾ ഇത് മനസ്സിലായി തുടങ്ങുമ്പോൾ നമ്മുടെ അവസ്ഥ, നമ്മളെല്ലാവരുടെ അവസ്ഥ തന്നെ, നമ്മളെല്ലാവരും പൂർണ്ണമായിട്ടും ഭക്തരായി മാറിയിട്ടില്ല. എന്നാൽ ഈ ഒരു മാർഗം സ്വീകരിച്ചവരാണ്, ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. തിയറിറ്റിക്കലി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഭഗവാന്റെ അംശമാണെന്നൊക്കെ. അതാണ്. അപ്പോൾ അങ്ങനെ തുടക്കക്കാർക്ക് പോലും ഒരുപാട് സന്തോഷവും അവർക്ക് പോലും ഭഗവാനോടുള്ള ഒരുപാട് ആകർഷണം തോന്നുന്നു. അതാണ് കാര്യം. അവർക്ക് പോലും ഭഗവാനെ കുറിച്ച് കേൾക്കാതെയോ ഭഗവാന്റെ നാമം ചൊല്ലാതെയോ അവർക്കും ഒരു സന്തോഷം ഉണ്ടാവില്ല. എപ്പോഴും എങ്ങനെയെങ്കിലും ഭഗവാനുമായിട്ട് കണക്ട് ആയിട്ടിരിക്കുക എന്നുള്ളത്, നാമത്തിലൂടെയോ കീർത്തനത്തിലൂടെയോ ഒരു ശ്രീമൂർത്തി വിഗ്രഹാരാധനയിലൂടെയോ ഭാഗവത ശ്രവണത്തിലൂടെയോ എങ്ങനെയെങ്കിലും. അതാണ് ഭഗവാൻ എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു. എല്ലാ തരത്തിലുള്ള, നേരത്തെ പറഞ്ഞ പോലെ ആത്മാരാമാക്കളെയും മാത്രം അവരെയും മുക്താത്മാക്കളെയും ബദ്ധാത്മാക്കളെയും എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു. അതാണ് ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ആ ഒരു ശക്തി, ഭംഗി, സൗന്ദര്യം. സൗന്ദര്യാമൃത സിന്ധു ഭംഗലലന ചിത്താദ്രി സംപ്ലാവക കരുണാനന്ദി സനർമ്മ രമ്യ വചന കോട്ടീന്ദു ശീതാംഗക സൗരഭ്യാമൃത സംപ്ലവാഭർജഗത് പീയൂഷ രമ്യാധര ശ്രീ ഗോപേന്ദ്ര സുതാസ കർഷതി ബലാത് പഞ്ചേന്ദ്രിയാണ്യാലിമേ. ഭഗവാന്റെ ആ രൂപം, ആ സൗന്ദര്യം നമ്മളെ കണ്ണുകൾക്ക് ഒരുപാട് ആകർഷണമാണ്. അദ്ദേഹത്തിന്റെ മധുരമായിട്ടുള്ള സംസാരം, അദ്ദേഹം സംസാരിക്കുന്നതും ഒരുപാട് ചെവികളെ ഒരുപാട് ആകർഷിപ്പിക്കുന്നു. ഭഗവാന്റെ ശബ്ദം, ഭഗവാൻ സംസാരിക്കുമ്പോഴുള്ള ശബ്ദം മാത്രമല്ല, മുരളി വേണുനാദവും ഒരുപാട് നമ്മൾ ആകർഷിപ്പിക്കുന്നു. സൗരഭ്യാമൃത്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന സുഗന്ധം ആളുകളെ ആകർഷിപ്പിക്കുന്നു. അതായത് ഓരോ ഇന്ദ്രിയങ്ങളെയും, കണ്ണിനെയും ചെവിയെയും മൂക്കിനെയും, ഓരോ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ ഓരോ പഞ്ച ഇന്ദ്രിയങ്ങളെയും ഭഗവാൻ ആകർഷിപ്പിക്കുന്നു. പഞ്ചേന്ദ്രിയാണ്യാലിമേ. അതാണ് ഭക്തരുടെ അവസ്ഥയാണ് പറയുന്നത്, നമ്മുടെ അവസ്ഥയല്ല. പരിശുദ്ധ ഭക്തരുടെ അവസ്ഥയാണ്. ഗോപികമാരും അല്ലെങ്കിൽ ബ്രജവാസികളുടെയും ഒരു അവസ്ഥയാണത്. എല്ലാ ഇന്ദ്രിയങ്ങളും ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. അവർക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആകർഷിപ്പിക്കുന്നത് ഈ ലോകത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളാണ്. സൗന്ദര്യമുള്ള ഒരു പുരുഷനോ സ്ത്രീയോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ആകർഷണം തോന്നും. ഇത് നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും. അതേപോലെ നല്ല പാട്ട് കേട്ട് കഴിഞ്ഞാൽ, അത് ഭക്തിപരമായിട്ടുള്ള പാട്ടോ നല്ല മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ആകർഷണം തോന്നും ഓട്ടോമാറ്റിക്കലി. നല്ല ഒരു വാസന, സ്മെല്ല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടേക്കും പോകുന്നു. രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അവിടേക്ക് പോകുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഇവിടെയുള്ള സാധനങ്ങളുമായിട്ടാണ് ആകർഷണം. എന്നാൽ വ്രജവാസികളുടെ അവസ്ഥ അതല്ല. അവർക്ക് വേറെ ഒന്നും അറിയില്ല, എല്ലാം ഭഗവാനാണ്. അവരുടെ ഓരോ ഇന്ദ്രിയങ്ങളും
ഒന്നാമത് അവരുടെ ഇന്ദ്രിയങ്ങൾ അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളാണ്. നമ്മളെ പോലുള്ള സാധാരണ ഭൗതിക തലത്തിലുള്ള ഭൗതികമായിട്ടുള്ള ഈ 24 അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഇന്ദ്രിയങ്ങളല്ല, അവരുടെ അതീന്ദ്രിയമായിട്ടുള്ള ഇന്ദ്രിയം. അതെല്ലാം ഭഗവാനെ മാത്രം, ഭഗവാന്റെ ഓരോ ഭഗവാന്റെ ഭാവം, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ നാദം, ഭഗവാന്റെ സംസാരം, എല്ലാത്തിനോടും, അല്ലെങ്കിൽ ഭഗവാൻ ചെയ്യുന്നതിനോട്, ഭഗവാനെ കാണുമ്പോൾ, ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാം ആ ഇന്ദ്രിയങ്ങൾ മുഴുവനും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇരിക്കുന്നു. നമ്മളാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. അതാണ് വ്യത്യാസം. ഓക്കെ, സമയമായെന്ന് തോന്നുന്നു. 14, 13 ശ്ലോകം വരെ നമ്മൾ പഠിച്ചു. ഒരു ശ്ലോകം കൂടെ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ, നമുക്കത് നാളെ പഠിക്കാം. श्रील प्रभुपाद की जय, ग्रंथराज श्रीमद् भागवतम की जय, समवेद गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय, सचिनंदन श्री गौर हरि की जय, श्रील गुरुदेव की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम, जय जय श्री राधे श्याम, जय जय श्री राधे श्याम. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും വരിക, പ്രവൃത്തിയോടെ അതൊരു 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണ. എന്തെങ്കിലും സംശയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഡൗട്ട് ഇത് പറഞ്ഞതിലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഇടയ്ക്ക് പ്രഭുജി പറഞ്ഞു വൃന്ദാവനത്തിൽ നിന്ന് രാധാറാണി ഒരു കൂട്ടർ ഇങ്ങനെ ഭഗവാനെ കാണാൻ വരുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഈ പുരിയിലൊരു അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടല്ലോ, അതാണ് അവിടെ വെച്ച് രഥത്തെ പിടിച്ച് ഭഗവാനെ കയറ്റിക്കൊണ്ട് പോകുന്നു, അങ്ങനെയൊക്കെ ഒരു പുരിയിലെ രഥയാത്ര നടക്കുന്നുണ്ടല്ലോ, അതാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല, അത് ഞാൻ അതിനോട് സംബന്ധിച്ച് അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അതാണോ? കുരുക്ഷേത്രത്തിലേക്ക് പോകുന്നത് അങ്ങനെ എന്തെങ്കിലും നടക്കുന്നത് എനിക്കറിയില്ല. കുരുക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ഭഗവാനും, അതെന്തോ അരകയിൽ നിന്ന് രാജ്ഞിമാരൊക്കെ എല്ലാവരും കൂടി. ആ സമയത്ത് പ്രജവാസികൾ അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു രംഗമുണ്ട്. ഇനി അത് അവിടെ എനിക്കറിയില്ല, പുരിയിലെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അങ്ങനെ ഒരു ശാസ്ത്രങ്ങൾ പറയുന്നു. ചൈതന്യചരിത നമ്മുടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു മൂഡ് പോലും പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. അത് ഭാഗവതത്തിലും വരുന്നുണ്ട്. ഭാഗവതത്തിൽ ഒരു സെക്ഷൻ വരുന്നുണ്ട്, ദശമസ്കന്ധത്തിൽ വരുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും കമന്റ്സ്? ഹരേ കൃഷ്ണ. വംശകൽപതരുകേശ കൃപാ സിന്ധുപേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തനയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ പ്രഭുജി. ദണ്ഡവത് പ്രണാം. പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.